പരീക്ഷ തോറ്റു, സൂയിസൈഡ്. ഫോൺ വാങ്ങിക്കൊടുത്തില്ല, സൂയിസൈഡ്. തേപ്പ് കിട്ടിയാൽ സൂയിസൈഡ്. പറഞ്ഞിടത്തോളം ഇന്നലെയും നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ട് ഒരു സൂയിസൈഡ് ഉണ്ടായി. ഈ സൂയിസൈഡിന് ഫാൻ ബേസ് കൂടിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ കൂടിയത് കൊണ്ടല്ല, ഈശോ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. എൻ്റെ പേര് ജോബ്. ഊസ് എന്ന ദേശത്ത് ജീവിച്ചിരുന്ന എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് 7 ആൺമക്കളും 3 പെൺമക്കളും, ആയിരക്കണക്കിന് കന്നുകാലികളും നല്ല സമ്പത്തും ഉണ്ടായിരുന്നു. വെറും അസൂയയല്ലാണ്ട് എന്താ പറയാ, സാത്താൻ ദൈവത്തോടൊരു ചാലഞ്ച് വെച്ചു. ജോബിന്റെ കയ്യിലുള്ളതെല്ലാം എടുത്തു കളഞ്ഞാൽ അവൻ ദൈവത്തെ തള്ളിപ്പറയും. എന്റെ കാര്യത്തിൽ എന്നേക്കാൾ കോൺഫിഡന്റ് ആയിരുന്ന ദൈവം ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ടെല്ലാം ബും. മക്കൾ മരിച്ചു, ബിസിനസ് തകർന്ന് തരിപ്പണയായി. പണിയെടുത്ത് ജീവിക്കാന്ന് വെച്ച എന്റെ ശരീരം വ്രണങ്ങൾ പഴുത്ത് ഒലിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ പറയുന്ന ലോൺലിനെസിന്റെയും ഡിപ്രഷന്റെയും വേറെ ലെവൽ കണ്ടു. അന്ന് 0-ൽ നിന്ന് എന്നെ ഹീറോ ആക്കിയ പ്രാർത്ഥന 10 തവണ പ്രാർത്ഥിക്കാം. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടെ. പാപ്പൻ ഒരു കാര്യം പറഞ്ഞു തരാം. നീ ഇല്ലാതാകുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല. പകരം നിന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ അതൊരു വലിയ മുറിവായി മാറുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ കയറല്ല അന്വേഷിച്ചു പോകേണ്ടത് ഈശോയെയാണ്. കാരണം പ്രശ്നമല്ല വലുത്, ദൈവമാണ് വലുത്.